Abraham, the father of faith, obeyed God wholeheartedly and was willing to give his only son Isaac as a sacrifice to God. Let's use our imagination and see how Abraham and Isaac could have been if they lived in the present time. And please forgive us as this play is in Malayalam. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ദൈവകൽപ്പനയനുസരിച്ച് തൻ്റെ ഏകജാതനായ പുത്രനായ ഇസഹാക്കിനെ യാഗമായി അർപ്പിക്കാൻ പൂർണ്ണ മനസ്സോടെ തയ്യാറായിരുന്ന സമയം. എന്നാൽ അബ്രഹാമും ഇസഹാക്കും ഇന്നത്തെ കാലയളവിൽ ജീവിച്ചിരുന്നാൽ ഒരു പക്ഷേ അവർ എങ്ങനെയായിരിക്കും എന്ന ഭാവനയിൽ നമ്മൾക്ക് കാണാം. കണക്റ്റിക്കട്ടിൽ 27 മരണം. അമേരിക്കൻ ഇക്കണോമി പിന്നെയും താഴോട്ട്. ദൈവമേ, ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ ഈ രാജ്യത്ത് എങ്ങനെ ജീവിക്കും? റിട്ടയർഡായിട്ടിരിക്കുക. ഇനിയിപ്പോൾ ആകെയുള്ളൊരു മോൻ, അവനൊന്ന് പഠിച്ച് ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്നിട്ട് വേണം നമുക്കൊന്ന് വിശ്രമിക്കാൻ. സോഷ്യൽ സെക്യൂരിറ്റിയും പെൻഷനും ഒന്നും തികയാണ്ട് വരുന്ന തോന്നണേ. പിന്നെ ആകെയുള്ളൊരു ആശ്വാസം സാറാമ്മയ്ക്ക് ഇടയ്ക്കൊക്കെ ഓവർ ടൈം കിട്ടണതാണ്. അവൾ ഓവർ ടൈം ചെയ്ത് കഴിഞ്ഞാൽ അല്പം രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. കേട്ടോ, എന്നെ ഓവർ ടൈമിന് വിട്ടിട്ട് എക്കണോമി നന്നാക്കാൻ നോക്കണ്ട. നീ കേൾക്കുമെന്ന് വിചാരിച്ചില്ല. എടി, അത് നമുക്ക് ഓവർ ടൈം ചെയ്യാണ്ട് കാര്യങ്ങൾ നടക്കണ്ടേ? എനിക്കാണെങ്കിൽ ഒരു ജോലി തന്നെ ചെയ്യുന്നത് വലിയ പാടായിട്ടാ. അപ്പോഴാണ് നീ ഓവർ ടൈം ചെയ്ത്. അച്ഛൻ അറിയാമല്ലോ, എനിക്കിപ്പം ഈ വേർപ്പിന്റെ അസുഖമുണ്ട്. മര്യാദയ്ക്ക് തലമുടി ചീകി കെട്ടാൻ പോലും പറ്റാത്ത അവസ്ഥയായി. നിനക്ക് കുറെ ബോഡി സ്പ്രേ മേടിച്ച് തന്നേക്കണം. ഞാൻ അതുകൊണ്ട് ഉപയോഗിക്കണം. അതുകൊണ്ടൊക്കെ അങ്ങ് പോകുന്നു. ഞാൻ എന്തായാലും ന്യൂസ് ഒന്ന് വായിച്ചു തീർക്കട്ടെ. അബ്രഹാമേ, അബ്രഹാമേ. വിളിച്ചോ? അത് വിളിച്ച പോലെ തോന്നിയല്ലോ. അബ്രഹാമേ, അബ്രഹാമേ. റിംഗ്ടോൺ വല്ലതും മാറ്റിയിട്ടുണ്ടോ? ഇനി ഇല്ല, വിളിച്ചില്ലല്ലോ. എനിക്ക് തോന്നി. അബ്രഹാമേ, അബ്രഹാമേ, നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ എനിക്ക് വേണ്ടി മോറിയ മലയിൽ യാഗമർപ്പിക്കുക. എൻ്റെ ദൈവമേ, ഇത് ദൈവമാണോ പറഞ്ഞേ? ദൈവമാണെന്നാ തോന്നണേ. ആകെയുള്ളൊരു മോനെ യാഗർപ്പിക്കാനാണോ പറഞ്ഞേ? ഇപ്പം നമ്മുടെ പ്രതീക്ഷകളെല്ലാം നശിക്കുമല്ലോ. അവൻ വളർന്നു വന്ന് എഞ്ചിനീയറായിട്ട് വേണം എനിക്കൊന്ന് വിശ്രമിക്കാന്ന് പറഞ്ഞ് നടക്കുമെന്ന് തോന്നണില്ലല്ലോ. അവൾ ഇടി സാറാമേ, ഇടി സാറാമേ, നീ വന്നേ, എന്നോട് കാര്യം പറയാനുണ്ട്. സാറാമേ. ആ ദേച്ചായ, ഞാൻ പലപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ സാറാമ സാറാമ എന്നുള്ള വിളി. നാട്ടുകാർ കേട്ട് കഴിഞ്ഞാൽ എന്തോ പറയുന്നേ? ഈ കോൾ മീ സാറാമേ. എടി സാറാം, എടി നിന്നെ ഞാൻ സാറാമെന്നല്ലേ ഇന്ന് വിളിക്കണേ. നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ തുടങ്ങി സാറാമെന്നല്ലേ വിളിക്കണേ. പിന്നെ ഇവിടെ വന്നപ്പോൾ എന്തിനാ മാറണേ? എന്തായാലും വേണ്ടില്ല, നിനക്ക് സാറാന്ന് ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നിന്നെ സാറാന്ന് തന്നെ വിളിക്കാം. വേറൊരു കാര്യമുണ്ട്. എന്നെ ദൈവം ഇപ്പോൾ സംസാരിച്ചു എന്നോട്. ദൈവോ? ആ, ദൈവം സംസാരിച്ച എന്നോട് കാര്യം പറഞ്ഞു. ദൈവത്തിന് വേറെ ആരെയും സംസാരിക്കാൻ കിട്ടിയില്ല. നീ തുടങ്ങിക്കോ. അത് ദൈവം എന്നോട് 3 പ്രാവശ്യം വിളിച്ച് പറഞ്ഞു എൻ്റെ അടുത്ത്. അച്ഛന് ഇന്നലെ നല്ല ഉറക്കം കിട്ടിയില്ലെന്ന് തോന്നുന്നു. എടി, അങ്ങനെയല്ല, 3 പ്രാവശ്യം ശരിക്കും കേട്ടതാന്നേ. നമ്മുടെ പ്രായമായതിന്റെ വല്ല ഡോക്ടർ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് നല്ലതായിരിക്കും. എടുക്കാം, അത് നമുക്ക് സമാധാനം ഉണ്ടാക്കാം. എന്താണെന്നറിയാമോ? നമ്മുടെ മോനെ ഐസക്കിനെ ഇസഹാക്കിനെ യാഗം അർപ്പിക്കാനാ പറയണേ. ഓ, അങ്ങനെ ദൈവം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാം. അവൻ എവിടെ പോയിക്കോ? അവനൊന്ന് വിളിച്ചേ. വിളിച്ച് അവനോട് നമുക്ക് പതിയെ അവനെ മയത്തിൽ പറഞ്ഞ് സമ്മതിപ്പിക്കണം. അവനൊന്ന് വിളിച്ചേ. അവനെവിടെ പോയിക്കോ? അവൻ രാവിലെ 10 മണിയായപ്പം സ്പോർട്സ് കാറെന്നോ ജിമ്മെന്നോ പറഞ്ഞോണ്ട് ആ വണ്ടി ഉരുട്ടിക്കൊണ്ട് പോകുന്ന കണ്ട്. പിന്നെ അവൻ ജിമ്മിൽ പോയി. അവനോട് പറഞ്ഞത് അടുത്ത വർഷം കോൺഫറൻസിന് പാട്ട് നോക്കണമെന്ന്. അവനോട് പറഞ്ഞാൽ പാട്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന്. അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ അച്ഛനും അവൻ്റെ കൂടെ കൂടിയെന്ന്. ഓ, അത് ശരിയാ, ഞങ്ങൾ രണ്ടാളും കൂടിയാ. പക്ഷെ അത് നമുക്ക് പാട്ട് ശരിയാക്കാം. അവന് വിളിക്കാൻ എന്തായാലും ഞാൻ വിളിച്ചു നോക്കട്ടെ. അവനെ വിളിച്ചാൽ കിട്ടുമോ? ഇനിയിപ്പോൾ ദൈവം, ഞാൻ നിന്നോട് അന്നേ പറഞ്ഞത് ആ ഹാഗാറിനെയും കൊച്ചിനെ പറഞ്ഞു വിടണ്ടെന്ന്. അവരുണ്ടായിരുന്നു, ഇപ്പോൾ അവരെങ്കിലും വിടായിരുന്നു. ഇതിപ്പോൾ നോക്കട്ടെ, വിളിച്ചു നോക്കട്ടെ, കിട്ടുമെന്ന് നോക്കട്ടെ. ഓ, റിങ് ചെയ്യാനുള്ളല്ലോ. ഓ, അവൻ്റെ റിംഗ് ടോൺ കണ്ടോ?
ഹലോ, ആ മോനെ ഐസക്കെ, നീ എവിടെയാടാ? നീ ഇവിടെ വന്നേ. എന്താണപ്പാ ഇത്? ഞാൻ കളിക്കുമ്പോ അപ്പനോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള വിളിക്കരുതെന്ന്. എടാ മോനെ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്, നീ ഇവിടെ വരെ വന്നേ. നമുക്കൊരു സ്ഥലത്ത് വരെ പോകണം. എന്റെ അപ്പ എന്റെ കളി കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന്. എടാ നീ ഒരു കാര്യം, നിനക്ക് നല്ല ഗിഫ്റ്റ് വല്ലതും മേടിച്ചു തരാം. നീ ഇങ്ങോട്ട് വന്നേ, അത്യാവശ്യം ഇവിടെ പ്രാർത്ഥനയ്ക്ക് പോകണം നമുക്ക്. പ്രാർത്ഥനയ്ക്കോ? എന്തോ ഗിഫ്റ്റ് മേടിച്ചു തരും? എടാ ഇതൊരു സ്പെഷ്യൽ പെരാ, നീ ഇങ്ങോട്ട് വാ. എനിക്ക് ഐഫോൺ മേടിച്ചു തരാമോ? ആ നിനക്ക് മേടിച്ചു തരാം, ഐഫോൺ 5 തന്നെ മേടിച്ചു തരാം. നീ ഇങ്ങോട്ട് പോയി വാ. ഓക്കെ. ആ നീ വാ, നമുക്ക് വന്നിട്ട് വേണം പോവാനായിട്ട്. എടാ ജോസഫേ, അപ്പം വിളിച്ച് നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. വന്നില്ലല്ലോ. ആ വരണ്ട് സാറേ, നമുക്ക് എങ്ങനെയും പറഞ്ഞ് മനസ്സിലാക്കാവന്നെ. എന്തു അപ്പ ഇങ്ങനെ വിളിക്കുന്ന? എന്റെ കളി മുടങ്ങി. എടാ സാർ, നമുക്കിന്നൊരു സ്പെഷ്യൽ പ്രെയർ ഉണ്ട് അവിടെ. നമുക്ക് പോകണം, നമുക്ക് 2 അച്ഛന്മാരെ കൂട്ടി പോകണം. സ്പെഷ്യൽ അച്ചായമാരൊന്നും വേണ്ട, നമുക്ക് പോയാൽ മതി. ഇത് ജോസഫ് വരട്ടോ? ആ ജോസഫ്. എന്നാ അവനും വന്നോട്ടെ, കുഴപ്പമില്ല. എടാ ഓക്കെ. ഹായ് ജോസഫ്, നൈസ് ടു മീറ്റ് യു. നമുക്ക് ഒരു സ്പെഷ്യൽ പ്രെയർ, ഒരു യാഗം അർപ്പിക്കാൻ പോവാം നമ്മൾ. ഒരു മലയിൽ വരെ പോകണം. മലയിലോ? അതെ, അങ്ങനെയാ. അത് ദൈവം പറഞ്ഞാൽ പ്രത്യേകിച്ച് യാഗം അർപ്പിക്കാൻ പോവാം. അതിന് യാഗവസ്തു എന്തെയാണ്? അത് ദൈവം കരുതിക്കൊള്ളും അവിടെ കേട്ടോ. ദൈവം കരുതിക്കൊള്ളും. നമുക്ക് പതിയെ പോവാം. ദൈവം വാക്ക് മാറരുത്. ഇല്ല, ദൈവം കരുതിക്കൊള്ളും. ഞാൻ പറഞ്ഞല്ലേ, ദൈവം. നീ വേണ്ട, അവിടെ അതവിടെ വെച്ചോ. നമുക്ക് യാഗം അർപ്പിക്കാൻ പോകണല്ലോ, പിന്നെ മതി കേട്ടോ. ഓക്കെ വാ പോട്ടോ. ഇവിടെ മോനും കൂടി കിടന്നേ, ഇവിടേക്ക് ഒന്ന് കിടന്നേ. എന്തിനാ നീ മോൻ കൂടി കിടക്ക്. നിന്റെ അപ്പൻ നിനക്ക് പണി തരാനാടാ. അപ്പനെ പിടിച്ച് കിടത്തടാ. മോൻ കൂടി കിടക്ക്. ഇസ്ഹാക്കേ, അപ്പന്റെ മേൽ കൈവയ്ക്കരുത്. അപ്പ പോലെ എനിക്ക് അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ദാറ്റ്സ് ഇറ്റ്. The last program we have today is a solo by Robin.